അപ്പൊ ഇനി ഞങ്ങളെ ബിസിനസ് നടക്കൂല എന്ന് കാണുമ്പോൾ ഒരു വെടി അങ്ങോട്ട് പൊട്ടിക്കുക, അവരോട് ആളുകളെ ചീത്ത പറയാൻ വരുന്നതാണ്. ഞങ്ങൾ എന്ത് ചീത്തയാ പറഞ്ഞത്? അത് ജനാബത്തെ ഇസ്ലാമിയായാലും ശരി, കേരള മുസ്ലിം ജനാബത്തായാലും ശരി. ഏതായാലും ഇപ്പൊ നിങ്ങൾ സുന്നത്തേക്കാത്ത സുന്നിയാന്നല്ലേ ഹംസുല്ലമ പറഞ്ഞത്. അപ്പൊ ജനാബത്തും ഉണ്ടല്ലോ ഇപ്പൊ. എന്തിനാ പോയത്? കേൾക്കണേ മുസ്ലിം ജനാബത്തുകാരെ, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ, മുട്ടിപ്പടിത്തങ്ങൾ, അത് ഷോർട്ട് ഫോം ആട്ടോ, കുറ്റം പറയലല്ലോ മുട്ടിത്തങ്ങൾ എന്നുള്ളത്. അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു, നല്ല അന്തംഗമ്മികളെ, അങ്ങനെ പറഞ്ഞ അന്തംഗമ്മികൾക്ക് മാനേഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ, സദയം ക്ഷമിക്കുക. പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൗലവി വാളക്കുളത്തുകാരൻ. എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്തെ നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ. വാളക്കുളം എന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തംഗമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കണല്ലോ എന്റെ കാന്തപുരം ഗുണ്ടകളെ. എങ്ങനെ സൈബർ ഗുണ്ടകളെ, എന്താ നിങ്ങളെ തൊണ്ടയില് ഉണ്ടയാണോ? തൊള്ള തുറക്കിങ്ങള്. നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരില് വാട്സപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയ പോരടാ ഏറെപ്പത്തരെന്തെങ്കിലും ഇറങ്ങി പുറത്തേക്ക്. നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. അത് ഏതടുപ്പിന്ന് അങ്ങ് ജനിച്ചു വരുന്നത്? പൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഓ മന്ദബുദ്ധികളായ അനുയായികളെ, നിങ്ങൾ എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് രണ്ട് മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. ഒരു ഭാഗത്ത് ഇയാളും അപ്പുറത്ത് വേറൊരാളുണ്ട്, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, ഇന്റർനാഷണൽ ബിസിനസ്മാൻ. ജനങ്ങളെ പൈസ എങ്ങനെയൊക്കെ കയ്യിലാക്കാൻ പറ്റുമോ എന്ന് അധുനാധിക ലോകത്ത് വർത്തമാനകാല സമൂഹത്തിൽ ക്രിയാത്മകമായി പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് വീരൻ. ഇവര് ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കൂടിയിട്ട് സുബ്ഹാനല്ലാഹ്. പിന്നെ മശായിഖന്മാർ ആജീവനാന്ത ശത്രു. ഇപ്പോ പണ്ടത്തെ മാതിരി ശൗര്യൊന്നുമില്ല, പല്ലൊക്കെ പോയിരിക്കുന്നു. പൊന്മളക്കാരൻ ഒരു മൗലാന വേറെ, ഇങ്ങനെ കുറച്ച് കറക്ക് കമ്പനി ഉണ്ട്. ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. എന്നാ എന്താ നിങ്ങൾ തോന്നിവാസം പറയേ? എന്തുങ്ങൾക്ക് പറയുന്നത്? തെളിയിക്കണോ? ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബടായും പറയാം. എന്നിട്ട് നമ്മൾ പറഞ്ഞെന്തെന്ന്, സുലൈമാൻ ഫൈസിക്ക് മുട്ടിത്തങ്ങൾ കൂട്ട് എന്ന് പറഞ്ഞപ്പോ അതിനിതാ ചില ആളുകളൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അവിടെ ശരിക്ക് പ്രയോഗിക്കേണ്ടത് എന്താ? ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നല്ലേ? അപ്പൊ ആ മരപ്പട്ടിയുടെ സ്ഥാനത്ത് മറ്റാളെ കൊടുന്നാല് മരപ്പട്ടി മാനേഷ്ടത്തിന് കേസ് കൊടുക്കൂലേ എന്നാന്നുകൊണ്ട് മൂപ്പര ബേജാറ്. അങ്ങനെ കുറെ ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഷിയാ പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്നാക്കുക. കുഴപ്പമില്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. പിന്നെ മരപ്പട്ടി മാനേഷ്ടത്തിന് കേസ് കൊടുക്കാൻ നിൽക്കണ്ട. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ഷിയാ പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ട്. അത് ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി വാടോ, ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി വാ. ഇതിന്റെ മറ്റൊക്കെ തലേകെട്ട് കെട്ടണ സമയം കൊണ്ട് ആ തലേകെട്ട് അയച്ച് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കാങ്ങായി മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, അതിന്റെ 25ാമത്തെ പേജ് ഒന്നുകൂടി വെച്ചുകൊടുക്കുവാനെ. എന്താ പുസ്തകത്തിലുള്ളത്? എന്താ ഈ അബ്ദുൽ കരീം എഴുതിയ പുസ്തകത്തിലുള്ളത്? ഒരു ഷെയ്ഖിന്റെ മുരീദ് പ്രസംഗിക്കണ പ്രസംഗത്തിന്റെ വാക്കുകളാണ് ഇതൊക്കെ. ഒരു സാധാ പ്രഭാഷകനല്ല. ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ആരാ? വലിയ ഷെയ്ഖല്ലേ. അല്ലാഹു തആല ലോകം അയാളെ കയ്യിൽ കൊടുത്തിക്കല്ലേ. അയാൾ പറയണതല്ലേ നടക്കുക, നമ്മൾ പറയണത് വരെ അയാൾ തീരുമാനിക്കുന്ന അങ്ങനത്തെ ഷെയ്ഖിൻ്റെ മുരീദ. എന്നിട്ട് ഇവനാണ് ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗിക്കണത്. ഇവരൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? ഇവരൊക്കെ എങ്ങനെ പിന്തുടരുക? ഇവരൊക്കെ എങ്ങനെ ഷെയ്ഖായിട്ട് കാണുക?
ഇവരത്ര കള്ളന്മാർ അള്ളാൻ്റെ ഉലകത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? തൊള്ളി തോന്നിയത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചങ്ങായി എന്തും തൊള്ളി തോന്നിയത് പോലെ. ആരെ പറയണത് അറിയോ? വലിയ വലിയ ആൾക്കാരെ നോക്കി, വലിയ വലിയ ആലിമീങ്ങളെ നോക്കി ഖലീൽ ബുഖാരി തങ്ങളൊക്കെ പറയണത് കേൾക്കണം. കൂറ്റമ്പാറ ഉസ്താദിനെ, ഇവൻ്റെ ഉസ്താദിൻ്റെ മേലുള്ള ആൾക്കാരെ പോലൊക്കെ അവരൊക്കെ എല്ലാവരെയും ഒരാളെയും വിട്ടിട്ടില്ല. എന്നിട്ടോ ഉസ്താദ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ആരെ അറിയാം? നൗഷാദിനെ, പമ്പൈസിനെ, പിന്നെ ഷെയ്ഖ് എന്ന് പറയുന്നത് ആരെ അറിയോ? കോമാട്ടുചാലിൽ അദ്ദുവിനെ, ഗ്ലോബൽ വില്ലേജ് കൂടിയും മുട്ടായി തെരുവ് കൂടിയും പെണ്ണുങ്ങളെയും കൊണ്ട് കാണ്ട് ചാടി കൊണ്ട് നടന്നീനെ ഇവനെയാണ് ഷെയ്ഖാക്കിയിരിക്കുന്നത്. എന്താ ചെയ്യുക? കാലം പോയൊരു പോക്ക്. ഹല്ല് തൗഫീഖ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അതില്ലെങ്കിൽ അങ്ങനെയാണ്. കുരുത്തക്കേട് എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ട്, അതുണ്ടായാലും ആണ് ഇങ്ങനെ വരിക. അത് ജനാബത്തെ ഇസ്ലാമി ആയാലും ശരി, കേരള മുസ്ലിം ജനാബത്തായാലും ശരി. ഏതായാലും ഇപ്പൊ നിങ്ങൾ സുന്നത്തേക്കാത്ത സുന്നിയാന്നല്ലേ ശംസുലമ പറഞ്ഞത്. അപ്പൊ ജനാബത്തും ഉണ്ടല്ലോ ഇപ്പൊ കാലം പോറ്റുന്ന മശായിഖന്മാർ കേമന്മാരാണ്. കേമന്മാരിറങ്ങി കൈകാര്യം തുടങ്ങി. നിങ്ങളുടെ ഒടുക്കത്തിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാലം കഴിഞ്ഞ്, ഇപ്പൊ സിലബസ് മാറി കൂട്ടുകാരാ. ഇത് 2024 കാലത്തിന്റെ കാവലാളുകളായ കേമന്മാരിറങ്ങിയിട്ടുണ്ട്, കൈകാര്യം തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളൊരു വൈക്കാക്കും. നിങ്ങളൊക്കെ മുഖം മറച്ചിട്ട് പോണെന്ന് പഠിപ്പിക്കണോലും അങ്ങനെ ചെയ്യണോലുമാണ്, അതിലും തർക്കമൊന്നുമില്ല. ഷെയ്ഖുനാന്റെ ഓരോക്കെ അങ്ങനെ തന്നെ. പ്ലീസ് വെയിറ്റ്, കൂൾ കൂൾ. നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രഷർ അളകരുത്, ഹൈ പ്രഷർ ആകരുത്, ബുദ്ധിമുട്ടായി പോവും. നമ്മളെ കുഞ്ഞാമൂവിൻ്റെ വിടലുകൾ അത് ഇതിങ്ങനെ നീണ്ട ഒരുപാട് വിടലുകൾ. ഇതൊക്കെ പാഠം കേട്ടാൽ ഇവനൊക്കെ ഒരു പ്രഭാഷണ പീഠത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലേ എന്നുള്ളത് നോക്കിയിട്ട് മതി. ഇവൻ്റെ ത്വരീക്കത്തിൽ കൂടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് മതി. ഇവൻ്റെ ഷെയ്ഖിനെ അംഗീകരിക്കാൻ പറ്റുമോ നോക്കിയിട്ട് മതി കൂടലൊക്കെ.